20 വർഷത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിലേക്ക് ടാങ്കറുകൾ കയറുന്നു. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ടാങ്കറുകൾ ഇസ്രായേലിൻ്റെ കയറുമ്പോൾ അതൊരു യുദ്ധത്തിനുള്ള അടുത്തൊരു പടക്കോപ്പാണോ, അതോ അങ്ങനെ ഒരു നീക്കമാണോ? ശരിക്കും ഇസ്രായേൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു, അതോ ഇസ്രായേൽ ചേർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഗസയിൽ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചു. അവിടെ കുറച്ച് ഒത്തുതീർപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നാം ഘട്ടം ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകേണ്ട സമയത്ത് തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇസ്രയേലിൻ്റെ ടാങ്കുകൾ വെസ്റ്റ് ബാങ്കിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഏതാണ്ട് ബബിത പറഞ്ഞതുപോലെ ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇസ്രയേലിൻ്റെ ടാങ്കുകൾ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് ലക്ഷ്യമായി നീങ്ങുന്നത്. ഏതാണ്ട് 3.3 ദശലക്ഷം പലസ്തീൻകാർ വസിക്കുന്ന ഒരു പ്രദേശമെന്നാണ് വെസ്റ്റ് ബാങ്കിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു പട്ടാള ഭരണത്തിൻ്റെ കീഴിലാണെന്ന് പറയാം. അതായത് 2002 ഈ പലസ്തീൻകാർ ഒരു വലിയ പ്രക്ഷോഭം ഇസ്രായേലിന് നേർക്ക് നടത്തിയിരുന്നു. ആ സമയത്താണ് അവസാനമായിട്ട് ഇസ്രായേൽ അവിടെ ടാങ്കുകളൊക്കെ വിന്യസിച്ചത്. അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായി ടാങ്കുകൾ അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് നിരവധി പാലസ്തീനികൾ ഇവിടെ വിട്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെ വിട്ടുപോയ ആൾക്കാർ ഇപ്പോൾ യുദ്ധമൊക്കെ ഏതാണ്ട് അവസാനിച്ചു, ഉടമ്പടിയൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വരാനുള്ള ശ്രമം നടക്കുന്നു. തൽക്കാലം അങ്ങനെ തിരിച്ചു വരണ്ട എന്നുള്ള ലക്ഷ്യം വെച്ചുകൂടിയാണ് ഇസ്രായേൽ ടാങ്കുകൾ തുടർച്ചയായിട്ട് അങ്ങോട്ടേക്ക് അയക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു, നിലവിൽ ഇവിടേക്ക് പോയ സൈന്യം ഏതാണ്ട് 1 വർഷത്തോളം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. മാത്രവുമല്ല, ഇനി തിരിച്ചുപോയ പാലസ്തീനികൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ വരികയും വേണ്ട. മാത്രമല്ല, അവിടെ നിന്ന് കുറച്ച് പേരെ ഇസ്രായേൽ ഇപ്പോൾ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ മാറിപ്പോകണമെന്ന് പറയുന്നുണ്ട്. UN-ൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 13,000-ഓളം പലസ്തീനികൾ ഏതാണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ 3 ആഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 40,000-ഓളം പാലസ്തീനികളെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പ്രദേശം ഇനി ഞങ്ങൾ കൈവശം വെച്ചോളാം, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് പലസ്തീൻ മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2002-ലാണ് ഈ പലസ്തീൻകാർ വലിയൊരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയത്. അന്ന് ഈ ആക്രമണമൊക്കെ ഉണ്ടായപ്പോഴേക്കും പലസ്തീനികൾ ഓടിപ്പോയല്ലോ. ആ ഓടിപ്പോയ പിൻഗാമികൾ, പലസ്തീൻ ജനതയുടെ പിൻഗാമികളാണ് പിന്നീട് ഇവിടെ വന്ന് താമസിക്കുന്നത്. അതിൽ കുറച്ച് ഭാഗത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്, ബാക്കിയുള്ളത് പലസ്തീൻ്റെ കയ്യിൽ. അങ്ങനെയാണ് അവിടുത്തെ ഭരണം നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടായപ്പോൾ ഇനി ഇത് മുഴുവൻ ഞങ്ങൾ നിയന്ത്രിച്ചോളാം എന്നൊരു നിലപാടിലേക്ക് ഇസ്രായേൽ മാറുന്നു. അതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനമാണെന്നും അദ്ദേഹം ഔദ്യോഗികമായി പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിനും ജോർദാനും ഇടയിൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. 1967 അവിടെ ഒരു ചെറിയ യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സേന കുറച്ച് ഭാഗങ്ങളൊക്കെ കൈവശപ്പെടുത്തി. അതുകൊണ്ടാണ് 3.3 ദശലക്ഷമുള്ള പലസ്തീൻകാർ വസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നത്. മാത്രമല്ല, ഈ വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവയൊക്കെ ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ജോർദാൻ ഇവിടെ ആക്രമണം നടത്താൻ വന്നപ്പം ഇസ്രായേൽ ഏർപ്പിടിച്ചെടുത്താണ്. അവരുടെ മതപരമായ സ്മാരകങ്ങൾ, പഴയ പട്ടണങ്ങൾ, ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയുടെ വിശ്വാസപരമായ ചില കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ജൂഡിയ, സമരിയ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഭൂമിയിൽ ജൂതന്മാർക്ക് ബൈബിൾ അവകാശമുണ്ടെന്ന് ലോകമെമ്പാടുമുള്ള ഇസ്രായേലികൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇനി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ മതി എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. അപ്പോൾ പലസ്തീൻ ജനതയ്ക്കായിട്ട് അറബ് രാജ്യങ്ങൾ നേരത്തെ പിന്തുണ നൽകിയിരുന്നു, സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇതൊക്കെ ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇവർ തമ്മിലുള്ള ചില കരാറുകളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ വെടിനിർത്തൽ കരാർ. ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് ഈ ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. നേരത്തെ 602 ബന്ദികളെ കൈമാറേണ്ട ദിവസം ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതിന് ശേഷമാണ് ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വീണ്ടും ജയിലിലടച്ചത്. ഇപ്പോൾ ഹമാസ് വല്ലാതൊരു അബദ്ധത്തിൽ, ഒരു കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം പരിഹരിക്കാൻ ഈജിപ്റ്റ് പതുക്കെ രംഗപ്രവേശം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ 2 പേരുടെ മൃതദേഹങ്ങൾ, അതായത് ഇസ്രായേലുകാരുടെ മൃതദേഹങ്ങൾ വിട്ടുതരാം, കൂടാതെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 2 മൃതദേഹങ്ങൾ വിട്ടുതരാം. അപ്പോൾ 4 ഡെഡ് ബോഡികൾ ഇസ്രായേലിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകുന്നു. പകരം ഇസ്രായേൽ വിട്ടുകൊടുക്കുന്ന ജീവനുള്ള 602 പേരെയാണ്. അപ്പോൾ അത്രയും വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറാകുന്നു. പക്ഷേ ഇസ്രായേലിന് ഇവരെ വിശ്വാസമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ഡെഡ് ബോഡി വിട്ടുകൊടുത്തിരുന്നു. ഈ ഡെഡ് ബോഡിയെ വിട്ടുകൊടുത്ത്, അതായത് ബിവാസ് ഫാമിലി എന്ന് പറയുന്ന ഏതാണ്ട് 9 മാസം പ്രായമുള്ള
പ്രായമുള്ള ഒരു കുട്ടിയെയും അതിന് 4 വയസ്സ് പ്രായമുള്ള സഹോദരനെയൊക്കെ ഡെഡ് ബോഡി വിട്ടുകൊടുത്തു. അപ്പോൾ അവരെയൊക്കെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയതെന്ന് അവർ നടത്തിയ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ ഇതൊക്കെ ഇസ്രായേൽ മനസ്സിലാക്കുകയും ഇസ്രായേൽ അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ബെഞ്ചമിൻ നെതന്യാഹു ഏതാണ്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ക്രൂരത ഉണ്ടെങ്കിൽ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഹമാസ് പതുക്കെ ഒരു മീഡിയേറ്ററെ മുമ്പിലേക്ക് വെക്കുകയാണ്, ഈജിപ്തിനെ. മാത്രമല്ല ഈ ഹമാസ് ഈ മൃതദേഹമൊക്കെ വിട്ടുകൊടുത്തപ്പോൾ അവിടെ വലിയൊരു സെറിമണിയൊക്കെ സംഘടിപ്പിച്ചു. അതായത് മൃതദേഹങ്ങളെ മുന്നിൽ വെച്ചുള്ള ഒരു ആഘോഷ പരിപാടി. അവർ കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ ആയുധങ്ങളൊക്കെ പിടിച്ചിട്ട് വലിയ പാട്ടുമൊക്കെ വെച്ച് എന്തോ വലിയ സംഭവം, ഞങ്ങൾ വലിയ വിജയം നേടി എന്നുള്ള രീതിയിലുള്ള അഹങ്കാരം കാണിച്ച് ശരിക്കും ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇസ്രായേൽ ജനത അത് വല്ലാതെ പ്രകോപിപ്പിച്ചു. വേണമെങ്കിൽ അപ്പോൾ തന്നെ കരാർ റദ്ദാക്കി ഇസ്രായേലിന് അവർക്ക് അടി കൊടുക്കാമായിരുന്നു. പക്ഷേ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ജീവനോടെയോ അല്ലാതെയോ തിരിച്ചു കൊണ്ടുവരണം, ഡെഡ് ബോഡി ആണെങ്കിൽ അങ്ങനെ അവരുടെ ബന്ധുക്കൾക്ക് നൽകണം എന്നുള്ള ഇസ്രായേലിൻ്റെ മനോഭാവം. അതുകൊണ്ട് മാത്രം ഇസ്രായേൽ പ്രതികരിച്ചില്ല. പക്ഷേ അതുകൊണ്ട് ഇവർ എപ്പോഴും അടങ്ങിയിരിക്കുമെന്ന് ഹമാസിന് സംശയമുണ്ട്. കാരണം അവർ ചെയ്തത് പ്രവൃത്തി ലോകത്തിൻ്റെ മുന്നിൽ തന്നെ അവരെ അവഹേളിക്കുന്നതിന് തുല്യമായി. ഹമാസിൽ തന്നെ ഇപ്പോൾ ഒരു തമ്മിലടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, ഹമാസിലും തമ്മിലടിയാണ്. കാരണം ഹമാസ് ഈ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണം തെറ്റായി പോയെന്ന് ഹമാസിൻ്റെ നിലവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. മൂസ അബു മർക്കസ് എന്ന് പറയുന്ന നേതാവ് തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ഹമാസിനിടയിൽ തന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവശേഷിക്കുന്ന ഹമാസിൻ്റെ പോരാളികൾ വീണ്ടും ഇത്തരത്തിൽ ഇസ്രായേലിനെ അവഹേളിക്കുന്ന രീതിയിൽ പ്രകടനം നടത്തുന്നു. മൃതദേഹത്തെ വെച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടത്തുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടെ വിമർശനം ഉയർന്നു. എന്തുകൊണ്ടാണ് അതിനെ തടയാത്തത്? അപ്പം നെതന്യാഹു പറഞ്ഞത് ഇവരുടെ സംസ്കാരം ഇതാണെന്ന് ലോകം കാണട്ടെ, UN കാണട്ടെ. ഇവർ മൃതദേഹങ്ങളെ വെച്ച് പോലും ആഘോഷം നടത്തുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള തീവ്രവാദ നിലപാടുള്ളവരാണെന്ന് ലോകം മനസ്സിലാക്കട്ടെ. അതുകൊണ്ടാണ് അന്ന് ഇസ്രയേൽ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പ്രതികരിക്കാത്തത്. ഇപ്പം 4 ഡെഡ് ബോഡി വിട്ടുകൊടുക്കുന്നതിന് പകരം 604 ബന്ദികളെ വിട്ടുകൊടുക്കാമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഇവർ കടക്കാനായിട്ട് പോവുകയാണ്. ആ കടക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ ടാങ്കുകളുമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ ഒരു മുന്നേറ്റം നടത്തുന്നത്. അപ്പോൾ ഹമാസിന് പേടിയുണ്ട്. കാരണം ഹമാസിൻ്റെ അവശേഷിക്കുന്ന കുറച്ച് ആളുകൾ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിൽ ഉണ്ട്. അങ്ങനെ ഒരു സംശയം ഇവർക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വെടിനിർത്തലിന് ശേഷം ഈ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു നടപടി, മീൻസ് പാലസ്തീനികളായിട്ടുള്ള തീവ്രവാദ നിലപാടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയും. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാലസ്തീൻ്റെയും ഒരു പുരാതന നഗരം ഒരു ഭാഗമാണ്. കാരണം ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ പാലസ്തീനികൾക്കും അതൊരു അവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിലും ഒരു സാംസ്കാരിക നഗരമായിട്ടാണ് വെസ്റ്റ് ബാങ്കിനെ കാണുന്നത്. അപ്പോൾ ഈ 2 പേർക്കും അത് വിട്ടുകൊടുക്കാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടും ഇസ്രായേൽ നോക്കുമ്പോൾ വെസ്റ്റ് ബാങ്ക് കയ്യിൽ നിൽക്കുകയാണെങ്കിൽ പാലസ്തീനിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും. അതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ 2002 പാലസ്തീനുമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സൈനിക വിന്യാസമെന്നാണ് UN പോലും വിലയിരുത്തുന്നത്. അപ്പോൾ അവിടുത്തെ സൈനിക ടാങ്കുകൾ അവിടേക്ക് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ അങ്ങോട്ടേക്ക് അയക്കുന്നത് അവിടെ അവശേഷിക്കുന്ന പലസ്തീൻകാരെ പോലും ഒഴിപ്പിക്കാനാണ്. മാത്രമല്ല അവിടെ കുറച്ച് ടെൻറ്റുകൾ നിർമ്മിക്കുന്നു, ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പുതുതായിട്ട് നിർമ്മിക്കുന്നത് സ്വാഭാവികമായും ഇസ്രായേൽ അനുകൂലങ്ങളായ ആളുകളെ കൊണ്ട് താമസിപ്പിക്കാനാണെന്നൊരു ധാരണയുണ്ട്. ഇതിനെ എതിർക്കാൻ പറ്റില്ല. മാത്രവുമല്ല അവിടെ താമസിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു ആരൊക്കെ ഇനി ഈ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകണം, ഇസ്രായേലിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇസ്രായേലിൻ്റേതായ സൈനിക ചെക്ക് പോസ്റ്റുകൾ അവിടെ സ്ഥാപിക്കുന്നുണ്ട്, കൂടുതൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്രായേൽ ചില വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള 3.3 ദശലക്ഷം ഈ പലസ്തീനികൾ ഇനി എത്ര കാലം അവിടെ ഉണ്ടാകും എന്നുള്ള സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40,000-ഓളം ആളുകളെ നിലവിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിൽ തന്നെ പലരും ഇപ്പോൾ പ്രതിഷേധമായിട്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കിനി പോകാൻ സ്ഥലമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 40,000-ഓളം പേരായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങളുള്ളൂ. അതെ, ബാക്കി ഇസ്രായേലിന് അറിയാം അത് ഹമാസിന്റെ തീവ്രവാദികളാണ്. അതെ. അപ്പോൾ ഈ ജനുവരി മുതൽ വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തുടർച്ചയായിട്ട് റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തുന്നുണ്ട്. ആ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള കാരണം എന്താ? അവിടെ ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഇവരിനി പ്രവർത്തിക്കുമോ എന്ന് ഇസ്രായേലിന് ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ ബന്ദികളെ കുറച്ചുപേരെ വെസ്റ്റ് ബാങ്കില് ബങ്കറുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. അതെ, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വടക്കൻ വെസ്റ്റ് ബാങ്ക് അപ്പോൾ ഇസ്രായേലിന്റെ വലിയൊരു സൈനിക
മുന്നേറ്റം ആ രീതിയിലാണ് ലോകം വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു സായുധ പോരാട്ടത്തിൻ്റെ കേന്ദ്രം അല്ലെ ദീർഘകാല കോട്ട എന്നറിയപ്പെടുന്ന ജെനിനി എന്ന് പറയുന്ന മേഖലയാണ്. ആ ഭാഗത്തേക്കും ഈ ഇസ്രയേലിൻ്റെ യുദ്ധവും ഈ പറയുന്ന ടാങ്കുകൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ടാങ്കുകൾ ഇങ്ങനെ വരുമ്പോൾ 1990കളുടെ തുടക്കത്തിൽ ഒപ്പുവെച്ച ഒരു കരാറുണ്ട്. ആ കരാർ അനുസരിച്ച് വെസ്റ്റ് ബാങ്കിൻ്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് ഇസ്രയേലിൻ്റെ ഒരു ഭരണകൂടമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് പാലസ്തീൻ്റെ അതോറിറ്റി നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഇനി പാലസ്തീൻ്റെ അതോറിറ്റി കാര്യങ്ങളൊന്നും നിയന്ത്രിക്കേണ്ട, ഇനി ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. അപ്പോൾ ഹമാസിൻ്റെ നേതാവ് തന്നെ കുറ്റസമ്മതം നടത്തി ഞങ്ങൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ഒരു പക്ഷേ തെറ്റായിപ്പോയി. ഗാസ ഇന്ന് നശിക്കാൻ കാരണം പലസ്തീൻ ജനത അവിടുന്ന് വീട് വിട്ട് നാട് വിട്ട് സ്വന്തം കൃഷിസ്ഥലങ്ങൾ വിട്ട് വ്യവസായങ്ങൾ വിട്ടൊക്കെ ഓടിപ്പോകാൻ കാരണം ഞങ്ങൾ ചെയ്ത തെറ്റാണ്. അപ്പം ഒരു നേതാവ് അനാവശ്യമായി തിടുക്കം കൂട്ടി നടത്തിയ ഒരു നടപടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 40,000-ഓളം പലസ്തീൻകാരുടെ ജീവനാണ് ഗസയിൽ നഷ്ടപ്പെട്ടത്. 100,000-ലധികം ആളുകൾക്ക് മുറിവേൽക്കുകയും മറ്റ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ 70% കെട്ടിടങ്ങളും തകർന്നു. അടുത്തത് വെസ്റ്റ് ബാങ്കിനെ ലക്ഷ്യമിടുന്നു. അപ്പോൾ വെസ്റ്റ് ബാങ്ക് ലക്ഷ്യമിട്ട് ഇസ്രയേലിൻ്റെ ടാങ്കുകൾ നീങ്ങുന്നത് വലിയൊരു അപായ സൂചന തന്നെയാണ് നൽകുന്നത്. അവിടെയുള്ള പാലസ്തീൻകാരെ ഇനി എങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയണം. ഇപ്പം ജോർദാനിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും ഗസയിലെ ആൾക്കാരെ 2 ലക്ഷത്തോളം പേരെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ട് ട്രംപ്. വേണമെങ്കിൽ ട്രംപ് ആർമിയെ വിട്ടുതരാമെന്ന് നെതന്യാഹുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കുകൾ വെസ്റ്റ് ബാങ്കിലേക്ക് പോകുന്നതിനെ അല്ലെ അവിടേക്ക് പ്രവേശിക്കുന്നതിനെ ലോകം ഗൗരവത്തോടെ കാണുന്നു, പലസ്തീനികൾ ഗൗരവത്തോടെ കാണുന്നു, ഹമാസ് പേടിച്ച് കാണുന്നു. കാരണം ഈ 2ാം ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇസ്രയേൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്കുള്ള പ്രതികാരമെങ്കിലും ഇസ്രായേൽ തീർച്ചയായിട്ടും വീട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.